കോഴിക്കോടേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട്ട് വെള്ളക്കെട്ടിൽ വീണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പെരുവയൽ കൊണാറമ്പ് സ്വദേശി സുഹൈലാണ് മരിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബെൻസൺ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, സങ്കടകരമായ ഒരു കാര്യമാണ്. ഇദ്ദേഹം എപ്പോഴാണ് ഈ അപകടത്തിൽപ്പെട്ടത്? എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? വിവരങ്ങൾ പറയൂ. ശ്യാമിലി, ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് ഈ പെരുവയൽ കൊണാറമ്പ് സ്വദേശിയായിട്ടുള്ള സുഹൈൽ, 38 വയസ്സാണ്. ഇയാൾ വീടിന് തൊട്ട് സമീപത്തുണ്ടായിരുന്ന വയലിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കയറിയത് കാണാൻ സുഹൃത്തുക്കളോടൊപ്പം പോയതായിരുന്നു. അപ്പോൾ കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയും ഏറെ നേരം കാണാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കുറെ നേരത്തേക്ക്, ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തേക്ക് സുഹൈലിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് വീണതിൽ നിന്നും കുറെ താഴെ ഭാഗത്ത് ാണ് സുഹൈലിനെ കണ്ടെത്തുന്നത്. തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. 38 വയസ്സായിരുന്നു. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മഴയും വലിയ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് കാണാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ആ പ്രദേശത്തേക്ക് പോവുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു അപകടമല്ല. കാരണം മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്കൊന്നും പോകുമ്പോഴായിരുന്നില്ല അദ്ദേഹത്തിന് അപകടം സംഭവിച്ചത്. ഇത്തരത്തിൽ വെള്ളക്കെട്ട് കാണാൻ പോയപ്പോൾ അപകടം സംഭവിച്ചതാണ് എന്നുള്ളതാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക പരമാവധി എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. ശ്യാമിലി.